ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 6ാം ക്ലാസ് ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റിലെ സിൻഡ്രല്ല എന്ന പാഠഭാഗമാണ്. ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് പാർട്ട് 3 ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സബ് ഹെഡിങ് ആണ് ദ ബോൾ. ബോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. നൃത്ത വിരുന്നാണ് ബോൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠത്തിൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, സിൻഡ്രല്ലയ്ക്ക് നൃത്ത വിരുന്നിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവളുടെ സഹോദരിമാർ നൃത്ത വിരുന്നിൽ പങ്കെടുക്കാൻ പോയി. ദുഃഖിതയായ സിൻഡ്രല്ലയ്ക്ക് ഒരു ദേവത അവിടെ വരികയും അവൾക്ക് നൃത്ത വിരുന്നിന് പോകാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ പാഠഭാഗത്തിൽ സിൻഡ്രല്ല നൃത്ത വിരുന്നിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. സിൻഡ്രല്ല went to the ball dressed in wonderful clothes. സിൻഡ്രല്ല അപ്പോൾ നൃത്തവിരുന്നിൽ പങ്കെടുക്കാനായിട്ട് അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് പോയി. ഷി റോഡ് ഇൻ ദ റെഡ് കോച്ച്. എങ്ങനെയാണ് അവൾ യാത്ര ചെയ്തത്? നൃത്തവിരുന്നിൽ പങ്കെടുക്കാൻ അവൾ എങ്ങനെയാണ് പോയത്? ഏത് വാഹനത്തിലാണ് പോയത്? ഷി റോഡ് ഇൻ ദ റെഡ് കോച്ച്. നല്ല ചുവപ്പ് നിറത്തിലുള്ള ഒരു കാരേജിലാണ്, കുതിരവണ്ടിയിലാണ് അവൾ പോയത്. 6 footmen waited on her. അവളെ അകമ്പടി സേവിക്കാനായിട്ട് 6 കാലാളുകൾ, സേവകന്മാർ ഉണ്ടായിരുന്നു. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. നൃത്തമുറിയിൽ അവൾ, നൃത്തവിരുന്നിന് ചെന്ന അവൾ നൃത്തമുറിയിൽ ഒരു രാജകുമാരിയെ പോലെ കാണപ്പെട്ടു. നത്തിങ് വാസ് ദെൻ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ്. ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. അതായത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, എന്നാൽ വ്യക്തമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ. എന്തായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്? അവൾ എത്ര മനോഹരിയാണ്, അവൾ എത്ര മനോഹരിയാണ്. ദ പ്രിൻസ് നോട്ടീസ് ഹെർ അറ്റ് വാൺസ്. പെട്ടെന്ന് തന്നെ അവൾ രാജകുമാരൻ്റെ ശ്രദ്ധയിൽ പെട്ടു. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹെർ. ഇവളുടെ സൗന്ദര്യം കണ്ട രാജകുമാരൻ പിന്നീട് അവളുടെ ഒപ്പം മാത്രമേ നൃത്തം ചെയ്തിട്ടുള്ളൂ. ഹെർ സിസ്റ്റേഴ്സ് വേർ നൗ ജലസ് ഓഫ് ഹെർ. അവളുടെ സഹോദരിമാർക്ക് അവളോട് വളരെയധികം അസൂയ തോന്നി. ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. അവർ സിൻഡ്രല്ലയെ തിരിച്ചറിഞ്ഞില്ല. ആ രാജകുമാരിയോട് അവർക്ക് വളരെയധികം അസൂയ തോന്നി, എന്നാൽ അത് സിൻഡ്രല്ലയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഷീ വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫൊഗോട്ട് അബൌട്ട് ദ ടൈം. അങ്ങനെ അവൾ രാജകുമാരൻ്റെ ഒപ്പം ഒരുപാട് നേരം നൃത്തം ചെയ്തു. അവൾ ആ സമയത്തെക്കുറിച്ച് അവൾ മറന്നു. എന്താണ് സമയത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫെയറി ഗോഡ് മദർ അവളോട് പറഞ്ഞിരുന്നു 12 മണിക്ക് മുമ്പ് മാജിക്ക് അവസാനിക്കും, അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് പുറപ്പെടണമെന്ന്. എന്നാലോ സിൻഡ്രല്ല ആ കാര്യം മറന്നുപോയി. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. ആ ക്ലോക്കിൽ 12 എന്ന സമയം അടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ എന്തു ചെയ്തു? ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. പെട്ടെന്ന് തന്നെയാണ് അവൾക്ക് മാലാഖയുടെ വാക്കുകൾ ഓർമ്മ വന്നത്. ഷീ ബോഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ക്ലി ഔട്ട് ഓഫ് ദ ബോൾ റൂം. അവൾ എന്തു ചെയ്തു? രാജകുമാരനെ ഒന്ന് വണങ്ങിയ ശേഷം അവൾ പെട്ടെന്ന് തന്നെ ആ ബോൾ റൂമിൽ നിന്ന്, നൃത്തവിരുന്നുള്ള ആ റൂമിൽ നിന്ന് അവൾ പുറപ്പെട്ടു. അറൈവിങ് home, she ran to seek out her godmother to tell everything that had happened at the ball. അപ്പോൾ അവൾ ആ ദേവതയോട് എന്തു പറയാനാണ്? അവരെ അന്വേഷിച്ചു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ദേവതയെ പറഞ്ഞു കേൾപ്പിക്കാമെന്ന് അവൾ കരുതി അവരെ അന്വേഷിച്ചു. She said that she heartily wished she could go to the ball the next day as well because the prince had invited her. അവൾ ഈ കാര്യവും കൂടി പറഞ്ഞു. അടുത്ത ദിവസത്തെ നൃത്തവിരുന്നിൽ പങ്കെടുക്കാനായിട്ട് അവൾക്ക് താല്പര്യമുണ്ട്, പോകാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം രാജകുമാരൻ അവളെ ക്ഷണിച്ചിട്ടുണ്ട്. ദെൻ ഹെർ 2 sisters knocked at the door. സഹോദരിമാരറിയാതിരിക്കാനായിട്ടും അതുപോലെ മാജിക് അവസാനിക്കുന്നതിന് മുമ്പും അവൾ ഓടി വീട്ടിലെത്തിയതാണ്. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ സഹോദരിമാർ വന്നു, വാതിലിൽ ഇങ്ങനെ മുട്ടി വിളിച്ചു. സിൻഡ്രല്ല റാൻ ആൻഡ് ഓപ്പൺ ദ ഡോർ. സിൻഡ്രല്ല ഓടിച്ചെന്ന് വാതിൽ തുറന്നു. യു സ്റ്റേഡ് സച്ച് എ ലോങ് ടൈം. നിങ്ങൾ ഒരുപാട് നേരം കാത്തു നിന്നു അല്ലേ? ഷീ ക്രൈഡ് ഗ്യാപ്പിംഗ് റബ്ബിംഗ് ഹെർ ഐസ് ആൻഡ് സ്ട്രെച്ചിങ് ഹെർ സെൽഫ് ആസ് ഇഫ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ്. അവൾ നൃത്തശാലയിലേക്ക് പോയതാണെന്ന് ഇവരറിയാതിരിക്കാനായിട്ട് അവൾ എന്തു ചെയ്തു?
ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന പോലെ അവൾ അഭിനയിച്ചു. കണ്ണുകളെല്ലാം തിരുമ്മി കൈകളെല്ലാം വലിച്ചു കോട്ടുവായൊക്കെ ഇട്ടിട്ട് അവൾ അവിടെ അവരോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് നേരം ഇവിടെ നിന്നു അല്ലേ എന്ന്. അപ്പോൾ ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദ ബോൾ സെഡ് വൺ ഓഫ് ഹെർ സിസ്റ്റേഴ്സ്. നീ നൃത്തവിരുന്നിൽ വന്നിരുന്നുവെങ്കിലോ? സഹോദരിമാരിൽ ഒരാൾ പറഞ്ഞു. യു വുഡ് നോട്ട് ഹാവ് ബീൻ ടയേർഡ് വിത്ത്. നീ ഒരിക്കലും ക്ഷീണിക്കുമായിരുന്നില്ല. ദ ഫൈനസ്റ്റ് പ്രിൻസസ് വാസ് ദെയർ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദ മോർട്ടൽ ഐസ് ഹാവ് എവർ സീൻ. നീ അവിടെ വന്നിരുന്നെങ്കിൽ ഒരിക്കലും നീ ക്ഷീണിക്കുമായിരുന്നില്ല. കാരണം അവിടെ സുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു. അതിമനോഹരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. എങ്ങനെ? മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു രാജകുമാരി ആ വിരുന്നിൽ ഉണ്ടായിരുന്നു. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വാട്ട് ദേ സെഡ്. സിൻഡ്രല്ല അവർ പറഞ്ഞതിൽ താല്പര്യമില്ലാത്ത മട്ടിൽ ഒന്നും പ്രതികരിച്ചില്ല. ഇൻഡീഡ് ഷീ ആസ്ക്ഡ് ദം ദ നെയിം ഓഫ് ദ പ്രിൻസസ്. പിന്നെ അവൾ ആ രാജകുമാരിയുടെ പേര് ചോദിച്ചു. ബട്ട് ദേ ടോൾഡ് ഹെർ ദേ ഡിഡ് നോട്ട് നോ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവളുടെ പേരറിയില്ല. സിൻഡ്രല്ല സ്മൈലിംഗ് റിപ്ലൈഡ്. ചിരിച്ചുകൊണ്ട് സിൻഡ്രല്ല മറുപടി പറഞ്ഞു. എന്താണ്? ഷി മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. തീർച്ചയായിട്ടും അവൾ അതിസുന്ദരിയായിരിക്കും അല്ലേ എന്ന് സിൻഡ്രല്ല ചോദിച്ചു. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് രാജകുമാരിയെ കണ്ട് നൃത്തം ചെയ്തപ്പോൾ നിങ്ങൾക്കും വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടാകും അല്ലേ? കുഡ് നോട്ട് ഐ സീ ഹെർ. എനിക്ക് അവളെ കാണാൻ കഴിയില്ലേ? ഡിയർ സിസ്റ്റർ, ഡു ലെൻഡ് മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വെയർ എവറി ഡേ. അപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചു, പ്രിയ സഹോദരി, നീ എന്നും ധരിക്കുന്ന ആ മഞ്ഞ വസ്ത്രം എനിക്കൊന്ന് തരുമോ? യെസ്, ടു ബി ഷുവർ, ക്രൈഡ് ഹെർ സിസ്റ്റർ. അപ്പോൾ അവളുടെ സഹോദരി എന്ത് പറഞ്ഞു? തീർച്ചയായിട്ടും തരാം. ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആർ. അവർ പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും തരാമെന്ന്. തുടർന്ന് അവരെന്തു പറഞ്ഞു അവളോട്? നിന്നെപ്പോലെയുള്ള ചാരത്തിൽ കിടന്ന് മെഴുകുന്ന ഒരു പെണ്ണിന് എൻ്റെ വസ്ത്രം വേണം അല്ലേ എന്നവളോട് ചോദിച്ചു. ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. അങ്ങനെയുള്ള നിനക്ക് വസ്ത്രം തരാനായിട്ടേ ഞാനൊരു മണ്ടിയായിരിക്കണം. ഞാൻ അങ്ങനെ ഒരു വിഡ്ഢിയല്ല. ദ എൻറ്റയർ ഫാമിലി ബേഴ്സ്റ്റ് ഇൻ ടു ലാഫ്റ്റർ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇവളെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് എല്ലാവരും ചിരിച്ചു. The next day the two sisters were at the ball and so was Cinderella, dressed even more magnificently than before. അടുത്ത ദിവസവും രണ്ട് സഹോദരിമാരും ആ നൃത്തവിരുന്നിൽ പങ്കെടുക്കാനായിട്ട് പോയി. And so was Cinderella, dressed even more magnificently than before. പഴയതിലും അതിസുന്ദരിയായിട്ട്. എങ്ങനെയാണ്? അത്യന്തം ആകർഷകമായ രീതിയിൽ വസ്ത്രധാരണമെല്ലാം ചെയ്തിട്ട് സിൻഡ്രല്ല പോയി. ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ് ആൻഡ് നെവർ സീസ് ടു ഗിവ് ഹിസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹെർ. രാജകുമാരൻ എപ്പോഴും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവളെ എത്ര പുകഴ്ത്തിയാലും എത്ര ദയാപരമായ വാക്കുകൾ നല്ല രീതിയിൽ സംസാരിച്ചാലും തൃപ്തി വരുന്നില്ലായിരുന്നു. അദ്ദേഹം അവളെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. സിൻഡ്രല്ല ഫൊഗോട്ട് അബൌട്ട് ദ ടൈം. ഇവളെ അഭിനന്ദിച്ചും അനുമോദിച്ചും ഒക്കെ രാജകുമാരൻ അത് അനുമോദിക്കുന്നത് ഒട്ടും തന്നെ നിർത്തിയിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം നൃത്തം ചെയ്ത് സിൻഡ്രല്ല സമയത്തെക്കുറിച്ച് മറന്നുപോയി. ഷി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ലേറ്റർ ദാൻ 11 വെൻ ഷി കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് 12. അതായത് അവൾ വിചാരിച്ചു 12 മണിയായപ്പോൾ അവളെന്താ വിചാരിച്ചത്? 11 ആയിരിക്കില്ല എന്ന്, 11 മണിയായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു, 12 ആയിരിക്കില്ല എന്ന്. ഷി ജംപ്ഡ്. പെട്ടെന്നാണ് മനസ്സിലായത് എന്താണ് 12 മണിയായെന്ന്. ഷി ജംപ്ഡ് ആൻഡ് ഫ്ലഡ് ആസ് നിംബിൾ ആസ് എ ഡിയർ. അതായത് ഒരു മാൻകുട്ടിയുടെ ലാഘവത്തോടുകൂടി അവൾ ഒറ്റ ചാട്ടമാണ് അവിടെ നിന്ന്. എന്നിട്ടോ ഓടി. ഇൻ ഹെർ ഹെറി ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹെർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം. ഇൻ ഹെർ ഹെറി, തിരക്ക് പിടിച്ചിട്ട് ഓടിയപ്പോൾ അവൾ ധരിച്ചിരുന്ന ഒരു ഗ്ലാസ് ഷൂ ആ മുറിയിൽ വെച്ച് അവൾ ഓടി. കാലിൽ നിന്ന് അവിടെ ചെരുപ്പ് അവിടേക്ക് വീണു.
As she reached the coach, she heard the last ding dong. 12-ാമത്തെ മണി മുഴങ്ങിയതോടുകൂടി ആ കോച്ചിൻ്റെ അടുത്തേക്ക് അവളെത്തി. ആ കുതിരവണ്ടിയുടെ അടുത്തേക്ക് അവളെത്തിയപ്പോൾ 12 അടിച്ച് കഴിഞ്ഞിരുന്നു. സഡൻലി ദ കോച്ച് ബിക്കെയിം എ പംകിൻ. ഉടൻ തന്നെ എന്തായിട്ട് മാറി? ആ കോച്ച് ഒരു പംകിനായിട്ട് മാറി, മത്തങ്ങയായിട്ട് മാറി. ദ ഹോഴ്സ് ടേൺഡ് ഇൻ ടു മൈസ്. അതായത് കുതിരകളെല്ലാം ചുണ്ടലികളായിട്ട് മാറി. ആൻഡ് ദ ഫുട്മാൻ ഇൻ ടു ഗ്രീൻ ലിസാർഡ്. അവളുടെ കാലാള്, അതായത് അവൾക്ക് അംഗരക്ഷകരായിട്ട് വന്ന ആ ഫുട്മാൻ എന്തായിട്ട് മാറി? അവർ പച്ച പല്ലികളായിട്ട് മാറി. ഹെർ ക്ലോത്ത്സ് ബിക്കെയിം ദ ഓൾഡ് റാഗ്സ് അഗെയിൻ. അവളുടെ വസ്ത്രങ്ങൾ എന്തായിട്ട് മാറി? വീണ്ടും ആ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിട്ട് മാറി. ബട്ട് ദ വൺ ഷൂ ഓഫ് ഹെർ ഫുട്ട് വാസ് അൺചേഞ്ച്ഡ്. എന്നാലോ അവളുടെ കാലിലുണ്ടായിരുന്ന ആ ഗ്ലാസ് ഷൂ അതിന് മാത്രം മാറ്റം വന്നില്ല. ഷീ റീച്ച്ഡ് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്. സഹോദരിമാർ എത്തിച്ചേരുന്നതിന് മുമ്പ് അവൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സോ ദേ ഡിഡ് നോട്ട് നോ എബൌട്ട് ഹെർ ഗോയിങ് ടു ദ ബോൾ. അങ്ങനെ ഇവൾ വിരുന്നിൽ പങ്കെടുക്കാൻ പോയ കാര്യം സഹോദരിമാർ അറിഞ്ഞില്ല. കാരണം എന്തൊക്കെ മാറ്റങ്ങൾ വന്നെങ്കിലും അവർ എത്തുന്നതിന് മുമ്പ് ഓടിപ്പടഞ്ഞ് സിൻഡ്രല്ല ഒരു പാകത്തിന് വീട്ടിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഇവൾ നൃത്തവിരുന്നിൽ പങ്കെടുക്കാൻ പോയ കാര്യം സഹോദരിമാർക്ക് മനസ്സിലായില്ല. ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ഹാഡ് സിൻഡ്രല്ല അപ്പിയർഡ് ഇൻ ഹെർ ഓൾഡ് ക്ലോത്ത്സ്, ഹൗ വുഡ് ദ പ്രിൻസ് ഹാവ് ട്രീറ്റഡ് ഹെർ. അതായത് സിൻഡ്രല്ല അവളുടെ പഴയ വസ്ത്രം തന്നെ ധരിച്ചാണ് ചെന്നിരുന്നെങ്കിൽ രാജകുമാരൻ അവളോട് എങ്ങനെ പെരുമാറുമായിരുന്നു? പഴയ വസ്ത്രം ധരിച്ച് ചെന്നാൽ രാജകുമാരൻ അവളെ ശ്രദ്ധിക്കുകയേ ഇല്ലായിരുന്നു, ഇല്ലേ? അവളോടൊപ്പം നൃത്തം ചെയ്യുകയും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ട്, അത്യാകർഷകമായ വസ്ത്രം ധരിച്ച് അതിസുന്ദരിയായി പോയതുകൊണ്ടാണ് അവൾ രാജകുമാരൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചതും. പഴകിയ വസ്ത്രം ധരിച്ചു പോയെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ഇല്ല. സിൻഡ്രല്ലയ്ക്ക് രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. ദ പ്രിൻസ് വുഡ് നോട്ട് ഹാവ് നോട്ടിസ്ഡ് ഹെർ. രാജകുമാരൻ അവളെ ഒരിക്കലും ശ്രദ്ധിക്കില്ലായിരുന്നു. ആൻഡ് ദ പ്രിൻസ് വുഡ് നോട്ട് ഹാവ് ഡാൻസ്ഡ് വിത്ത് ഹെർ. രാജകുമാരൻ അവളോടൊപ്പം നൃത്തം ചെയ്യുകയും ഇല്ലായിരുന്നു. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്തത്, വൈ ഡിഡ് സിൻഡ്രല്ല പ്രിറ്റൻഡഡ് ടു ബി അസ്ലീപ്പ്. സഹോദരിമാർ വന്ന് വാതിൽക്കൽ തട്ടി വിളിച്ചപ്പോൾ സിൻഡ്രല്ല എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? അതായത് സിൻഡ്രല്ലയ്ക്ക് അവരിൽ നിന്നൊരു സത്യം മറച്ചു വെക്കണം. ഷി വാണ്ടഡ് ടു ഹൈഡ് ദ ട്രൂത്ത്. എന്താണ്? ടു ഷോ ദാറ്റ് ഷീ ഹാഡ് ബീൻ സ്റ്റേയിങ് അറ്റ് ഹോം. അവൾ വീട്ടിലായിരുന്നു. ആ വിരുന്നിൽ അവൾ പങ്കെടുത്തിരുന്നില്ല, വീട്ടിലായിരുന്നു. നൃത്തവിരുന്നിൽ പങ്കെടുത്ത കാര്യം ഒളിച്ചു വെക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. സിൻഡ്രല്ല forgot the words of fairy godmother on the second day. What may be the reason? Cinderella forgot the words of her fairy godmother. അതായത് ആ ദേവത പറഞ്ഞ, ഗോഡ്മദർ പറഞ്ഞ കാര്യം അവൾ മറന്നു. എപ്പോൾ? രണ്ടാമത്തെ ദിവസം. 12 അടിക്കണതിന് മുമ്പ് ഇറങ്ങണമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിയില്ല, കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? അതായത് രാജകുമാരൻ എപ്പോഴും അവളുടെ അടുത്ത് തന്നെയായിരുന്നു. അവളെക്കുറിച്ച് നല്ല വാക്കുകൾ, അവളെ അനുമോദിച്ചും അഭിനന്ദിച്ചും അവളോട് നല്ല വാക്കുകൾ പറഞ്ഞും എപ്പോഴും രാജകുമാരൻ അവളോടൊപ്പം ഉണ്ടായിരുന്നു, അവളോടൊപ്പം നൃത്തം ചെയ്തിരുന്നു. അങ്ങനെ അവൾ സമയത്തെക്കുറിച്ച് മറന്നു. ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ്. അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ? ആൻഡ് നെവർ സീസ് ടു ഗിവ് ഹിസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹെർ. അവളെ അഭിനന്ദിക്കുന്നതിൽ നിന്നും അവളെ അനുമോദിക്കുന്നതിൽ നിന്നും ഒട്ടും തന്നെ അദ്ദേഹം അത് തുടർന്നുകൊണ്ടേ ഇരുന്നു. സിൻഡ്രല്ല forgot about the time. So she forgot about the time. അതുകൊണ്ട് അവൾ സമയത്തെക്കുറിച്ച് അവൾ മറന്നു. അപ്പോൾ കൂട്ടുകാർക്ക് പാഠഭാഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.